നമ്മളോടൊപ്പം അമേരിക്കയിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം സജിമോൻ ആന്റണി അദ്ദേഹവും കൂടി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അങ്ങേക്ക് എങ്ങനെയാണ് ഈ വ്യാപാര കരാറിനെ കുറിച്ച് തോന്നിയിട്ടുള്ളത്? കാരണം നമുക്കറിയാം ട്രംപ് ഒരു ബിസിനസ്മാൻ ആണ്. അദ്ദേഹം അമേരിക്ക ഫസ്റ്റ് എന്നുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിന്നാണ് അത് എല്ലാ രാജ്യങ്ങളോടും, ഇപ്പോൾ അമേരിക്കയായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന എല്ലാ രാജ്യങ്ങളോടും അടക്കം അദ്ദേഹം ആ ഒരു നയമാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയോട് മാത്രം പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു മമത അദ്ദേഹം കാണിക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. അപ്പോൾ ഈ 2030 ആകുമ്പോഴത്തേനും $500 ബില്യൺ ഒരു വ്യാപാര കരാർ വ്യാപാരത്തിലേക്ക് എത്തുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ഏകപക്ഷീയമായി പോകാനുള്ള സാധ്യത എന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് മാത്രം ഗുണമുണ്ടാകുന്ന തരത്തിലേക്ക് പോകാനുള്ള സാധ്യത നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? ഇന്ത്യക്ക് ഇത് വിഘാതമായി വരും, അത് എത്രത്തോളം വിഘാതമായി വരും, അതുപോലെ തന്നെ എത്രത്തോളം അനുകൂലമായി വരാനുമുള്ള സാധ്യതയാണ് അങ്ങ് കാണുന്നത്? നമസ്കാരം. ആദ്യം തന്നെ താങ്കൾ സൂചിപ്പിച്ച പോണക്ക് ഇതൊരു കുതിപ്പിലേക്കാണോ അതോ കിതപ്പിലേക്കാണോ എന്നുള്ളത് അതിന്റെ ഫൈൻ പ്രിന്റുകൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏതായാലും ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ അനുസരിച്ചിട്ട് ഇത് വളരെ സമ്മിശ്രമായ ഒരു പ്രതികരണമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണ് ഇവിടെ നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാല് 2023 വരെ ഒരു ആവറേജ് ടാരിഫ് ഇന്ത്യയും അമേരിക്കയുമായിട്ട് 2.4 to 2.74 ആയിരുന്നുവെങ്കിൽ അത് കഴിഞ്ഞ ഏപ്രിലിൽ അത് 10% റെസിപ്രോക്കൽ ടാരിഫ് വരികയും പിന്നെ അത് ഓഗസ്റ്റ് 25% ആകുകയും പിന്നെ റഷ്യയിൽ എണ്ണ വാങ്ങുന്ന ആ ഒരു കാരണവും പറഞ്ഞ് അത് 50% മാറ്റുകയും ഒക്ടോബറിൽ ചെയ്തു. അപ്പം അതിന്റെ തിരിച്ച് 18% കൊണ്ട് സെറ്റിൽ ചെയ്തു എന്ന് പറയുന്നത് ശ്ലാഘനീയമാണ്, ഒരു നല്ല ന്യൂസാണ്. അത് ഒരു ലോങ് പെൻഡിങ് ന്യൂസാണ്. അത് കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് നമ്മൾ ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാണ് ഇന്ത്യയും അമേരിക്കയും, കാരണം ലോകത്തിലെ ഏറ്റവും വലിയ 2 ഡെമോക്രാറ്റിക് കൺട്രിയാണ്, രാജ്യങ്ങളാണ്. അപ്പൊ ഇവർ തമ്മിലുള്ള ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് എന്നാണ് വരുന്നത് എന്നുള്ളത് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുള്ള ഒരു ആൻസർ കിട്ടി, 18% സെറ്റിൽ ചെയ്തു എന്നുള്ളതാണ് ആശ്വാസകരമായ വാർത്ത. എന്നാൽ അതിന്റെ ഒരു ഫൈൻ പ്രിന്റിലേക്ക് നമുക്ക് ഇപ്പം ട്രംപിന്റെ ട്വീറ്റോ അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഒരു പോളിസി ഡിസ്കഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെ ഒരു ഫൈൻ പ്രിന്റ് നമുക്ക് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അമേരിക്കൻ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ ഒഫീഷ്യലി വരാറുണ്ട്. എന്നാൽ ആ ഒരു ഒഫീഷ്യൽ ഡേറ്റ വരുന്നതിന് മുമ്പ് തന്നെ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഒരു ട്വീറ്റിൽ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് അതിശയമില്ല, കാരണം അദ്ദേഹത്തിന്റെ പല പോളിസികളും അദ്ദേഹത്തിന്റെ ട്രൂ സോഷ്യൽ വഴിയാണ് പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു അതിശയമായിട്ട് എടുക്കണില്ല. പക്ഷെ എന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മൾ കടമെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനെ ഉദ്ധരിച്ച് പറയുകയാണെങ്കിൽ 5 പോയിന്റ് 1 18% വന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേത് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നതിന് 0% എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കീ പോയിന്റ് നമുക്ക് നോട്ട് ചെയ്യേണ്ടത്. മൂന്നാമത്തേത് ഓയിൽ, റഷ്യയിൽ നിന്നുള്ള ഓയിൽ ഇറക്കുമതി ഇന്ത്യ കുറയ്ക്കുമല്ല, അത് പാടെ ഉപേക്ഷിക്കും എന്നുള്ളൊരു പ്രോമിസ് ആണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതിനെ റീപ്ലേസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ അമേരിക്കൻ എണ്ണ അല്ലെങ്കിൽ വെനീസ്വലൻ. ഇപ്പൊ അമേരിക്കയുടെ ഇൻഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചാർജിലാണ് വെനീസ്വല. അപ്പൊ വെനീസ്വലയിൽ നിന്നുള്ള എണ്ണയായിരിക്കും അതിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഒരു ഊഹമുള്ളത്. അല്ലെങ്കിൽ ഇറാനുമായിട്ട് ഒരു നെഗോഷിയേഷനും കോൺട്രാക്റ്റും വരുവാണെങ്കിൽ ഇറാനിൽ നിന്നുള്ള ഒരു എണ്ണ ഇറക്കുമതി ചെയ്യാനിലേക്കുള്ള ഒരു പോസിബിലിറ്റിയിലേക്കുമാണ് അത് ദിശ ചൂണ്ടുന്നത്. അത് അൺകൺഫേംഡ് ന്യൂസ് ആണ്. മൂന്നാമത്തേത്, ഇപ്പോഴത്തെ വ്യാപാരം ഏകദേശം 212 ബില്യൺ ആണ് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ളത്, ഇൻക്ലൂഡിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിനെ ഒരു വലിയൊരു ബൂസ്റ്റ് കൊടുത്തുകൊണ്ട് 500 ബില്യണിലേക്ക് കൊണ്ടുപോകും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന്റെയും സ്പെസിഫിക്സ് നമുക്ക് അറിയില്ല, കാരണം ഫൈൻ പ്രിന്റുകൾ ഇപ്പോഴും അവർ ചർച്ച ചെയ്യുന്നുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ട്രംപിന്റെ അനൗൺസ്മെന്റിനെ ഉദ്ധരിക്കുകയാണെങ്കിൽ നമുക്ക് അതാണ് പറയാൻ പറ്റുന്നത്. അഞ്ചാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് ഇപ്പൊ ലോകരാജ്യങ്ങളിൽ ഇപ്പൊ അമേരിക്കയുടെ ടാരിഫായിട്ട് നിൽക്കുന്നത്? ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, ടാരിഫ് ഇസ് ടാക്സ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഏതെങ്കിലും രാജ്യത്തിന് ഒരു ടാരിഫ് വരുവാണെങ്കിൽ അത് ടാക്സ് ആയിട്ട് തന്നെ ഇൻഡയറക്ട്ലി അല്ലെ ഡയറക്ട്ലി അതത് ജനങ്ങളിൽ തന്നെ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതായത് 2.4 2.8 ഇന്ത്യയുടെ കാര്യത്തിൽ പറഞ്ഞുവെങ്കിൽ നമ്മുടെ അയൽ രാജ്യങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? പ്രത്യേകിച്ച് പാകിസ്ഥാൻ, ഇന്ത്യയുടെ ശത്രു രാജ്യമായ അല്ലെങ്കിൽ കോമ്പറ്റ് ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് പാകിസ്ഥാന് 19%, വിയറ്റ്നാമിനൊക്കെ 20%മാണ് നിൽക്കുന്നത്. എന്നാൽ ഇന്ത്യയെക്കാളും ഈ 18% താഴെയുള്ള ചില രാഷ്ട്രങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ UK 10%, ജപ്പാനിൽ 15%. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു കിടപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയിൽ മൊത്തം ഒരു പോളിസി ഷിഫ്റ്റ് ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിലധിഷ്ഠിതമായിട്ട് ഇന്ത്യക്ക് മാത്രമല്ല ഈ ടാരിഫ് വർധന ഉണ്ടായത്, കൂടുതലും കുറച്ചിലും ഉണ്ടായത്, അല്ലെങ്കിൽ റീനെഗോഷിയേഷൻ ഉണ്ടായത്. അതുപോലെ തന്നെ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ടും ഇങ്ങനെ ഒരു റീനെഗോഷിയേഷൻ വന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ചില മാധ്യമങ്ങളെ ഉദ്ധരിക്കുകയാണെങ്കിൽ, അത് ചില തിങ്ക് ടാങ്കിൽ ഉദ്ധരിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പം ഈ ഒരു ടൈമിംഗ് വന്നത് എന്ന് പറയുമ്പം പല ന്യൂസുകളും ഇന്നലെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ചിട്ട് അമേരിക്ക മുട്ടുമടക്കി അല്ലെങ്കിൽ ട്രംപ് വരണ്ടു അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ മോദിയുടെ ഒറ്റ കോളിൽ ഇതിങ്ങനെ ആയി
എന്നൊക്കെ പറഞ്ഞുള്ള വസ്തുതയുമായിട്ട് ബന്ധമില്ലാത്ത ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ 5 കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ചില കാര്യങ്ങൾ, അതായത് ഈ ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് വന്നു എന്നുള്ളത് ഇന്ത്യക്കും അമേരിക്കയ്ക്കും നല്ല കാര്യമാണ്, അമേരിക്കയിൽ നിന്നുള്ള ബിസിനസ്സുകാർക്കും അല്ലെങ്കിൽ സാധാരണക്കാർക്കും നല്ലതാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്ന് ഉള്ള സാധാരണക്കാർക്കും അതുപോലെ തന്നെ ബിസിനസ്സുകാർക്കും അത് ഈക്വലി എന്താ പറയുക, ഒരു കാര്യങ്ങൾക്ക് തീരുമാനമായി അല്ലെങ്കിൽ അവർക്ക് ഒരു കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ധാരണയായി എന്ന് പറയുന്നത് എപ്പോഴും ഒരു നല്ല കാര്യമാണ്. ആശങ്ക പോയി അല്ലെങ്കിൽ കൺഫ്യൂഷൻ തീർന്നു എന്നുള്ള കാര്യത്തിൽ ഒരു ആശ്വാസമുണ്ട്. എന്നാൽ ഒരു ഡിസ്പാരിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ദർ ഇസ് എ ഡിസ്പാരിറ്റി. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 18%, ഇവിടുന്ന് അങ്ങോട്ട് വരുമ്പോൾ 0% ആണ് എങ്കിൽ ദർ ഇസ് എ ഡിസ്പാരിറ്റി. എന്നാൽ അങ്ങനെ ഒരു ബ്ലാങ്കറ്റ് ആയിട്ട് എല്ലാത്തിനും 0 ആയിരിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഞാൻ കാണുന്നില്ല. മേ ബി അതിന്റെ ഫൈൻ പ്രിന്റ് വന്നു കഴിയുമ്പോഴത്തേക്കും ചില പ്രൊട്ടക്റ്റഡ് ഐറ്റങ്ങളിൽ ചിലപ്പോൾ ടാരിഫ് കണ്ടേക്കാം, അല്ലെങ്കിൽ ചില ഏരിയയിൽ ചിലപ്പോൾ 0 ആയിരിക്കാം. അങ്ങനെ ആയിരിക്കും അത് വരാൻ പോകുന്നത് ഞാൻ ഊഹിക്കുന്നു. മൂന്നാമത്തേത്, ഇപ്പൊ എണ്ണയുടെ കാര്യത്തിൽ എപ്പോഴും ഇന്ത്യയുടെ ഒരു ഫോറിൻ പോളിസി എന്ന് പറയുന്നത് ചേരിചേരാ നയമാണ് പിന്തുടർന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ അങ്ങനെയാണ്. അപ്പൊ അതിനകത്ത് ഒരു പെർസെന്റേജ് വൈസിൽ അല്ലെങ്കിൽ ഒരു റേഷ്യോ വൈസിൽ കാലാകാലങ്ങളിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം നമ്മളൊരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഗ്രാഫ് മുകളിലേക്ക് ബൂസ്റ്റ് ചെയ്ത ഒരു കാര്യമായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ സഡൻലി കഴിഞ്ഞ ഒരു വർഷമായിട്ട് അതിനൊരു ബ്രേക്ക് ഇട്ട് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് 2008 അല്ല 2009 ക്രാഷ് ചെയ്ത് പോണക്ക് സഡൻ ആയിട്ട് താഴേക്ക് വരികയും ഇപ്പം അമേരിക്കയും ഇന്ത്യയും ഒരുപോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റീബാലൻസ് ചെയ്യാനായിട്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം രണ്ട് രാജ്യവും വിശ്വസിക്കുന്നത് മെയ്ഡ് ഇൻ അമേരിക്ക എന്ന് അമേരിക്ക പറയുമ്പം മെയ്ഡ് ഇൻ ഇന്ത്യ അല്ലെ മേക്ക് ഇൻ ഇന്ത്യ എന്ന് ഇന്ത്യ പറയുന്നു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും വാശി പിടിച്ചു കഴിഞ്ഞാൽ ഒരു നെഗോഷിയേഷൻ പോസിബിൾ അല്ല, അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് പോസിബിൾ അല്ല എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ രണ്ടുപേരും ആ റെട്രിക് അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ, കാരണം പ്രൈം മിനിസ്റ്റർ മോദിക്ക് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷന് ആ ഒരു റെട്രിക് നിർത്തരുന്നത് അദ്ദേഹത്തിന്റെ ലോക്കൽ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എത്രമാത്രം ആവശ്യമാണോ അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇവിടുത്തേത് മെയ്ഡ് ഇൻ അമേരിക്ക അല്ലെങ്കിൽ മേക്ക് ഇൻ അമേരിക്ക എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ പറയേണ്ടത് ഇവിടുത്തെ ലോക്കൽ പൊളിറ്റിക്സിനും ആവശ്യമാണ്. അതുകൂടെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ മാത്രമേ ഇത് നമുക്ക് മൊത്തത്തിലൊന്ന് വിശകലനം ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ലാസ്റ്റ് ഒരു പോയിന്റ് മുമ്പേ ഞാൻ പറഞ്ഞു എന്ന് കംപ്ലീറ്റ് ആകാതിരുന്നത് ഇതാണ്, നമ്മൾ അയൽ രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് 18 ആണെങ്കിൽ അവർക്ക് 19-20 കൊണ്ട് അപ്പോൾ ഒരു 1 to 2% ഒരു എഡ്ജ് എക്സ്പോർട്ടേഴ്സിന് അവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയുടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം കൂടി ഉള്ളത്, നമുക്കറിയാം ട്രംപ് ഒരു അൺപ്രഡിക്റ്റബിൾ ആണ് എന്നുള്ളൊരു കാര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വ്യാപാര കരാറിലേക്ക് എത്താൻ അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? ഒരുപാട് നാളത്തെ ഒരു ചർച്ചകൾക്കും അതിന്റെ ഒരു പരിണിത ഫലമായിട്ട് ഈ വ്യാപാര കരാറിലേക്ക് എത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? അതോ മറ്റ് ചില വശങ്ങളിൽ നിന്ന് പറയുന്നത് പോലെ ട്രംപിന്റെ ഈഗോ പരിഹരിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ള പെട്ടെന്നുള്ള ഒരു കരാറിലേക്ക് എത്തിച്ചേരലാണ് ആണോ എന്ന് വെച്ചാൽ, ഇത് ഞാൻ പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്ന, അവസാനമായിട്ട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇത് ഒരു മാറ്റം സംഭവിക്കാനുള്ള, ട്രംപിന്റെ സ്വഭാവത്തിൽ വരുന്ന ഒരു മാറ്റത്തിനനുസരിച്ച് മാറ്റം വരാനുള്ള ഒരു സാധ്യത ഇതിൽ നിലനിൽക്കുന്നുണ്ടോ? അതും അല്ലെങ്കിൽ ഇതൊരു കോൺസ്റ്റന്റ് ആയിട്ട് തുടർച്ചയായിട്ട് പോകാനുള്ള ഒരു വ്യാപാര കരാറാണോ? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും ഇതൊരു ഒറ്റ രാത്രി കൊണ്ട് ഡെവലപ്പ് ചെയ്ത ഒരു കാര്യമല്ല എന്നുള്ള കാര്യം നിസ്സംശയം പറയാൻ പറ്റും. കാരണം ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. നമ്മളിപ്പോൾ ചാനലിൽ ചർച്ച ചെയ്യുന്നതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ള എല്ലാവർക്കും മനസ്സിലാവും അത്. കാരണം അത് മാസങ്ങളല്ല, ആഴ്ചകൾ, മണിക്കൂറുകൾ ഇതിന്റെ പുറകെ അതിന്റെ ഓഫീസേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും റീനോഗേറ്റ് ചെയ്ത് പോയിന്റ് ബൈ പോയിന്റ് ചെയ്തെടുത്ത കാര്യമാണ് എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. പക്ഷെ നമുക്ക് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായിട്ട് 0 ടാരിഫ് ഇപ്പൊ വന്നു, അത് 90% to 97%, 97.4%ഓളം അടുത്ത ഒരു വർഷം കൊണ്ടിട്ട് അങ്ങനെ ഒരു അതിലേക്കാണ് പോകുന്നത്. അല്ലെ 2030 കൂടി 0% ടാർഗറ്റിലേക്കാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ട്രംപ് ഭയന്നു എന്നൊക്കെ വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങൾ പറയാൻ പറ്റും. കാരണം നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താണ് ജനങ്ങളോട് പറയുന്നത്? ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായിട്ട് ഇതുവരെ കരാറുകളൊന്നും ഇല്ലായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇമ്പോർട്ട് എക്സ്പോർട്ട് ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഏകദേശം എനിക്ക് തോന്നുന്നത് 119 ബില്യണോളം ട്രേഡ് ഇന്ത്യയും യൂറോപ്യനുമായിട്ട് ഓൾറെഡി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അതിൽ ഈ പുതിയ പ്രതിഭാസമായ ഈ ഒരു ടാരിഫുമായിട്ട് വന്നപ്പം അതിന് ചില വ്യക്തത വരികയും കൃത്യത വരികയും ആ ഒരു എഗ്രിമെന്റ് ഉണ്ടാവുകയും ചെയ്തു. അത് ഫർദർ ഇന്ത്യ യൂറോപ്യൻ ആയിട്ടുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ വ്യാപാരങ്ങൾ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന്റെ അർത്ഥം ഇതുവരെ ഇല്ലായിരുന്നു, പെട്ടെന്ന് തുടങ്ങി, അതുകൊണ്ട് ട്രംപ് പേടിച്ചു പോയി, അതുകൊണ്ട് അമേരിക്ക കരാറുമായിട്ട് വന്നു എന്നുള്ളത് വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യമാണ്. കാരണം എന്തുമാത്രം ഇന്ത്യക്ക് അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യണോ, അതായത് ഇന്ത്യയുടെ ടോട്ടൽ എക്സ്പോർട്ട് ഇമ്പോർട്ടിന്റെ, അതായത് വാണിജ്യത്തിന്റെ ട്രേഡിന്റെ 11% അല്ലെ 12 13% അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. എന്നാൽ
അമേരിക്കയുടെ എന്തുമാത്രം ഡിപ്പെൻഡൻസി ഇന്ത്യയോടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 3% ആണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് 3% 12% അല്ലെ 13% കമ്പയർ ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ ഓഫ് കോഴ്സ് ഡേറ്റ പറയുവാണെങ്കിൽ ഇന്ത്യയുടെ ഡിപ്പെൻഡൻസി അമേരിക്കയിൽ കൂടുതലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ നമുക്ക് അടുത്ത ആർഗ്യുമെന്റ് ഇതാണ്, അപ്പൊ അമേരിക്കയിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുകയായിരുന്നു ഇന്ത്യ, അല്ലെ ഇന്ത്യയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുകയാണ് എന്ന് ചോദിച്ചാൽ അതും ശരിയല്ല. കാരണം അമേരിക്കയ്ക്ക് ഇന്ത്യയുമായിട്ട് എങ്ങനെ ട്രേഡിംഗ് ഉണ്ടോ അതുപോലെ തന്നെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ട് ട്രേഡിംഗ് ഉണ്ടായിരുന്നു, ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടുണ്ടായിരുന്നു, അവരുടെ സ്ട്രോങ് അലയൻസ് ആയിട്ടുള്ള കാനഡ, യൂറോപ്പ് തുടങ്ങിയുള്ള ജപ്പാൻ, അങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ട് ട്രേഡിംഗ് ഉണ്ടായിരുന്നു. സിമിലർ വേയിൽ ഇന്ത്യക്കും ആ ഒരു ട്രേഡിംഗ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ എടുത്തു പറയേണ്ട 2 പോയിന്റ് എന്ന് പറയുന്നത്, ഒന്ന്, ഇന്ത്യ ഈ എവിടെ നിന്ന് എണ്ണ വാങ്ങിക്കണം എന്നുള്ള അത് ട്രംപിന്റെ ആ ഒരു ഇൻസ്ട്രക്ഷന് അല്ലെങ്കിൽ അതിനകത്ത് അത് സറണ്ടർ ചെയ്തോ, അല്ലെങ്കിൽ സറണ്ടർ മേ ബി റോങ് വേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഡീലിൽ എഗ്രി ചെയ്തോ എന്നുള്ളത് ഒരു ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തേത് ഈ പറഞ്ഞ ഡിസ്പാരിറ്റി, അതായത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് അയക്കുമ്പം 0%, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം 18% വരുന്ന ഒരു പ്രതിഭാസം ബ്ലാങ്കറ്റ് ആയിട്ട് എല്ലാ ട്രേഡിലും ഉണ്ടോ എന്നുള്ളതാണ് അതിനകത്തോട് കീ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ഏതായാലും 50-18 ആയി എന്നുള്ളത് ഒരു വിജയമാണ്, അതിനകത്ത് ഒരു സംശയവുമില്ല. അത് 2 രാജ്യങ്ങൾക്കും ഒരുപോലെ വിജയമാണ് എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. കാരണം ട്രേഡിനെ സംബന്ധിച്ചിടത്തോളം, ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സെർട്ടനിറ്റി ആണ് ആവശ്യം, അൺസെർട്ടനിറ്റി അല്ല. ക്ലാരിറ്റി ആണ് ആവശ്യം, ക്ലാരിറ്റി ഇല്ലായ്മയല്ല ഒരിക്കലും ഇത് വരുന്നത്. അപ്പൊ കൺഫ്യൂഷൻ അല്ല ആവശ്യം, എപ്പോഴും ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ വരുന്നതാണ് എപ്പോഴും നല്ലത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന്റെ റിഫ്ലക്ഷൻ നിങ്ങളും സ്റ്റോക്ക് മാർക്കറ്റിൽ കണ്ടു കാണുന്നു. ഇന്നലെയൊക്കെ നിഫ്റ്റിയൊക്കെ 3%, 4%, 5% ഒക്കെ ചേർന്നു. എന്നാൽ അതും ബ്ലാങ്കറ്റ് ആയിട്ട് എല്ലാ ട്രേഡിങ്ങിലും വന്നിട്ടില്ല. ഫോർ എക്സാമ്പിൾ, ഇന്ന് IT റിലേറ്റഡ് പ്രൊഡക്റ്റുകളിൽ അല്ലെങ്കിൽ കമ്പനികൾക്ക് വലിയൊരു ബൂസ്റ്റ് ഉണ്ട്. ടെക്സ്റ്റൈൽസ് റിലേറ്റഡ് ആയിട്ടുള്ള, എക്സ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചെമ്മീൻ, അങ്ങനെയുള്ള മത്സ്യബന്ധനമായിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള അങ്ങനെയുള്ള ഇൻഡസ്ട്രിക്ക് വലിയൊരു ബൂസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അത്രയും ഈക്വൽ ആയിട്ട് ചില സമയത്ത് ഫാർമസ്യൂട്ടിക്കലിൽ ചിലപ്പോൾ കണ്ടിട്ട് കാണത്തില്ല. കാരണം ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്ടിന് ചില കാര്യങ്ങൾക്കൊക്കെ അതിന്റെ ഫൈൻ പ്രിന്റ് വരാനുള്ള ഒരു ക്ലാരിറ്റി വരുന്നുണ്ട്, അത് വെയിറ്റ് ചെയ്യുകയാണ് എന്നുള്ളതോടെ എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും ആസ് വി സ്പീക്ക് നൗ ഇപ്പോഴും അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് 2 ഗവൺമെന്റും റിലീസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടുന്ന് ഇപ്പൊ ഇതിനു മുമ്പ് നടന്ന ഇന്ത്യയും അമേരിക്കയും നടന്ന, അല്ലെങ്കിൽ ട്രംപുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും വലിയൊരു കോൺട്രവേഴ്സി, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം ട്രംപ് നിർത്തി എന്ന് ട്രംപ് ക്ലെയിം ചെയ്യുന്നു, ഇന്ത്യ മൗനം പാലിക്കുന്നു. ട്രംപ് അത് ഒരു തവണയല്ല ക്ലെയിം ചെയ്തത്, എനിക്ക് തോന്നുന്നത് 40-ലധികം വേദികളിൽ പരസ്യമായിട്ട് അത് ക്ലെയിം ചെയ്തു. എന്നാൽ ഇന്ത്യ അത് മൗനം പാലിക്കുകയായിരുന്നു, അതിന് റെസ്പോണ്ട് ചെയ്തില്ല. അതായിരുന്നു ഒരു സ്ട്രാറ്റജി. എന്നാൽ ഈ ഒരു കാര്യത്തിലും ആദ്യത്തെ അനൗൺസ്മെന്റ് വരുന്നത് ട്രംപാണ്. ഒബിയസ്ലി ഇപ്പം 2 പാർട്ടികൾ തമ്മിൽ ഒരു അനൗൺസ്മെന്റ് വരികയാണെങ്കിൽ 3 രീതിയിലാണ് വരുന്നത്. ഒന്നെങ്കിൽ ഒരു ജോയിന്റ് കോൺഫറൻസ് നടത്തിയിട്ട് 2 പേരും ഒരുമിച്ച് ഡിക്ലെയർ ചെയ്യുന്നു, അതൊരു പോസിബിലിറ്റിയാണ്. രണ്ടാമത് ഏതെങ്കിലും ഒരു പാർട്ടി ആദ്യം ഡിക്ലെയർ ചെയ്യുന്നു, അതിനുശേഷം രണ്ടാമത്തെ പാർട്ടി ഡിക്ലെയർ ചെയ്യുന്നു. മൂന്നാമത്തെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ഡിക്ലെയർ ചെയ്യുന്നു, അതിനെ നിരാകരിക്കുന്നില്ല, അതിന് എഗ്രി ചെയ്യുന്നു. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് കണ്ടത്? ട്രംപ് ട്രൂത്ത് സോഷ്യൽ ട്വീറ്റ് ചെയ്തു, അത് പ്രൈം മിനിസ്റ്റർ മോദി ഗവൺമെന്റ് അതിനെ സ്ഥിരീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന പോലെ ഒരു റീട്വീറ്റ് നമ്മൾ കണ്ടു. എന്നാൽ പ്ലാനിന്റെയോ പദ്ധതിയുടെയോ കോൺട്രാക്ടിന്റെയോ എഗ്രിമെന്റിന്റെയോ ഡീറ്റെയിൽസുകളിലേക്ക് നമുക്ക് ആർക്കും ഇതുവരെ ഒരു ഫൈൻ പ്രിന്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് നമുക്ക് നോക്കി കണ്ടിട്ടിരിക്കുന്നു. ആസ് വി സ്പീക്ക് നൗ ഇത് ഏത് അവിടെ ഇരുന്ന് പറയുമ്പോൾ നമുക്ക് വിജയമാണെന്ന് അവിടെ പറയാം, ഇവിടെ ഇരുന്ന് പറയുമ്പോൾ ഇവിടെ വിജയമാണെന്ന് പറയാം. എന്നാൽ ഫാക്ട് വേറെ ഒന്നാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ നന്ദി അങ്ങ് ഞങ്ങളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയതിന്. ഇപ്പം അമേരിക്കയിൽ നിന്നും മാധ്യമപ്രവർത്തകൻ സജിമോൻ ആന്റണി, അദ്ദേഹമാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിച്ചത്. വളരെ നന്ദി അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിന്.